ഹിയറിംഗ് എയ്ഡ്സ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിംഗ് സെഷനിൽ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും വൺസ് വാങ്ങിച്ചു എല്ലാം ശരിയായി അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ടൈമും അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതെന്തിനപ്പാ നിൻ്റെ അടുത്ത് നിനക്ക് പൈസ ഒന്നും നമ്മൾ മേടിച്ചുകൊണ്ട് പോയി പിന്നെ എന്തിനാണ് ഇടയ്ക്ക് ഇന്ന വന്ന് കാണുന്നത്, പൈസയും കൊടുത്ത് നിന്നെ വന്ന് വണ്ടി കൂലിയും കൊടുത്ത് കയറി നിന്നെ വന്ന് കാണുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഫോളോ അപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹിയറിംഗിൽ മേടിക്കാൻ പോലെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുത്ത പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൃത്യമായിട്ടുള്ള ടൈമുകളിൽ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ കേൾവി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമല്ല. സമയം പോകുന്തോറും അല്ലെങ്കിൽ നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ഹിയറിംഗ് ലെവൽസിൽ ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 month ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ആനുവലി കേൾവി പരിശോധിച്ചുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ചിട്ട് ഹിയറിംഗ് എയ്ഡ്സിൽ ആ ഒരു പ്രോഗ്രാമിങ്സിൽ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഓൾസോ കേൾവിക്കുറവ് കൂടാൻ വേറൊരു വില്ലൻ എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ ഇയർ വാക്സ് അക്യുമുലേഷൻ കാണും. ചില ആളുകൾക്ക് ഒരുപാട് ഇയർ വാക്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ഇയർ വാക്സ് അക്യുമുലേഷൻ കാരണം നമ്മുടെ ചെവിയുടെ അകത്തോട്ട് വയ്ക്കുമ്പോൾ മേ ബി ആ ഒരു വാക്സിൻ്റെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകൾ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ റിസീവറിൽ കയറി ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾക്ക് അത് ചില കാര്യങ്ങൾ മിസ് ഔട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു 6 month ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് ശകലവും കൂടി ഓഡിയോളിസ്റ്റിന് തന്നെ ശകലവും കൂടി കറക്റ്റായിട്ട് അതിൻ്റെ മൈക്രോഫോൺ, അതിൻ്റെ റിസീവർ, അതിൻ്റെ വാക്സ് ഗാർഡ് മാറ്റുന്നതെല്ലാം പറഞ്ഞ പോലെ പ്രായമായിട്ടുള്ള ആൾക്ക് ആ ഒരു ഡെക്സ്റ്റിറിറ്റി ഇഷ്യൂസ് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. സോ ദാറ്റ് വീണ്ടും ഹിയറിംഗ് എയ്ഡ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഹിയറിംഗ് എയ്ഡ്സ് ചിലപ്പോൾ മാൽ ഫങ്ഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതെല്ലാം മൊബൈൽ പോലൊരു ഇലക്ട്രോണിക് സാധനമാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ചിലപ്പം എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് പാർട്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് ഒരു 4-5 വർഷം യൂസ് ചെയ്തു. 4-5 വർഷമൊക്കെ ആയപ്പോൾ ഓക്കെ പോരാ കേട്ടോ, എനിക്ക് വാങ്ങിച്ച ആ ഒരു ടൈമിലുള്ള പുതിയൊരു ഹിയറിംഗ് എയ്ഡ് മേടിച്ച് കളയാം. മേ ബി ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് പാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. സോ ഹിയറിംഗ് എയ്ഡ്സിൽ നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഈ കമ്പനീസ് അവകാശപ്പെടുന്ന അത്രയും ആംപ്ലിഫിക്കേഷൻ തന്നെയാണോ, അതേ പ്രവർത്തനങ്ങൾ തന്നെയാണോ അതിനകത്ത് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഇലക്ട്രോ അക്കൗസ്റ്റിക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോ അക്കൗസ്റ്റിക് അനാലിസിസ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 4 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു പ്രശ്നമായിട്ട് കൊണ്ടുവരുമ്പോൾ പുതിയൊരു ഹിയറിംഗ് എയ്ഡ് മേടിക്കുന്നതിന് മുന്നേ ഈ ഒരു ഹിയറിംഗിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ലാബിൽ അയച്ച് ഇലക്ട്രോ അക്കൗസ്റ്റിക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ക്യാൻ മേക്ക് ഷുവർ ഓക്കെ ഹിയറിംഗ് എയ്ഡ്സിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ചില ആളുകൾ ഹിയറിംഗ് എയ്ഡ് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിക്ക് പുതിയൊരു ടെക്നോളജിയിലുള്ള ഹിയറിംഗ് എയ്ഡിലോട്ട് പോകണം, അങ്ങനെയുള്ള ആളുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ അതല്ല, നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾക്ക് പുതിയൊരു ഹിയറിംഗ് എയ്ഡ് മേടിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പുതിയൊരു ഹിയറിംഗ് എയ്ഡ് മേടിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഇലക്ട്രോ അക്കൗസ്റ്റിക് അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. സോ എത്ര റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്നത് ഒരു 6 month ഗ്യാപ്പ് ഇട്ട് പറ്റുമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ, എന്നെ കാണാൻ വരാനാണ് ഞാൻ പറയുന്നത്. ബട്ട് എല്ലാവർക്കും അതിപ്പോൾ പ്രായമായിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഹിയറിംഗ് എയ്ഡ് മേടിച്ചതിന് ശേഷം ഒരു 1 week കഴിഞ്ഞിട്ട് ഞാൻ മസ്റ്റായിട്ട് വന്ന് കാണാൻ പറയാറുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. മസ്റ്റായിട്ട് ആനുവലി ഒരു പ്രാവശ്യം നിങ്ങളെ ഓഡിയോസിനെ കാണാൻ പോവുക. അതിൻ്റെ ഇടയിൽ എത്ര റിപ്പീറ്റഡ് ആയിട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ ഇഷ്യൂസ് അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജോ സംതിങ് ചോദിക്കുക. എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. യെസ്.